ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് സിമ്പിളായിട്ട് മാഗി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മാഗിയോ ഇപ്പി ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ അടുപ്പത്ത് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിതൊക്കെ മാഗിനകത്ത് മസാലയൊക്കെ നമുക്ക് പൊട്ടിച്ച് വെക്കാം. പിന്നെ അത് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ ഞാൻ അതേപോലെ തന്നെ കണ്ടോ നല്ലപോലെ ബബിൾസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ചെറിയ സിമ്മിലിട്ടു. എന്നിട്ട് നമ്മൾ ആ മസാല നോക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയാം. 2 ക്യൂബാണ് ഇടുന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, നിങ്ങൾ 1 ക്യൂബാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം, അങ്ങനത്തെയാണ് എൻ്റെ ഒരു അളവ്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നല്ലപോലെ തന്നെ ഒരു മസാലയുടെ വെള്ളം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മാഗിയുടെ ഒരു ക്യൂബ് വെള്ളത്തിലോട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ 2 ക്യൂബാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിനനുസരിച്ച്. പിന്നെ എനിക്ക് കുറച്ച് മസാല കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ ഒരു മസാല പാക്കറ്റും കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തു. പിന്നെ നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഇളക്കുന്ന സമയത്ത് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെയോ ഇളക്കി മറിച്ചെടുത്തു. ഇതുണ്ട്, ഇതിന് ചെയ്യുന്ന പോലെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചെടുക്കും കേട്ടോ. മറിച്ചെടുത്ത് ഒരു സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചെടുത്താണ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നത്. ഇതാണ് ഉണ്ടാക്കുമ്പോൾ തട്ടിക്കൂട്ട് ഉണ്ടാക്കാറും ഞാൻ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കും. നല്ല കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പാടങ്ങോട്ട് ഇറക്കി കൊടുത്ത് മസാല കട്ടപ്പനൊക്കെ വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടപ്പെടുത്തിട്ട് അത് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വേഗം വറ്റാനായിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ അത് അടച്ച ശേഷം തുറന്നതിന് ശേഷം പകുതിയോളം വെള്ളം വറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ട് വറ്റുന്നത്, പക്ഷെ അത്ര വെന്തിട്ടില്ല. ഞാൻ നുള്ളി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. അതിന് വെള്ളം ഒഴിക്കുന്ന കൂടി എടുത്തില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇളക്കി തന്നെ നൂഡിൽസിൻ്റെ ഇപ്പോൾ വേഗം വെള്ളം കഴിഞ്ഞെന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ലപോലെ റെഡിയായി വാങ്ങിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാ നൂഡിൽസും പിന്നെ ടേസ്റ്റ് ഉണ്ടാകുമല്ലോ. അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ആയിട്ടുണ്ട് നമ്മൾ നൂഡിൽസ് വെള്ളമൊക്കെ വറ്റി. പിന്നെ ഞാനത് അടി പിടിക്കുന്ന സമയത്ത് തന്നെ ഓഫാക്കി കേട്ടോ. ഇതേപോലെ തന്നെ അടി പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നല്ലോണം അടി പിടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇപ്പം നല്ലോണം അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സൈഡിലാണ് ഒന്ന് അടി പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഞാനൊരു ഐഡിയ വെച്ചിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ സാധാ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ചോയം ഞാൻ അധികം എനിക്ക് കിട്ടിയിരുന്നില്ല. അത് ഞാനത് വെളിച്ചെണ്ണ അതേപോലെ തന്നെ ആ സൈഡിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കും. അത് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം അതിങ്ങനെ ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക. ഇതുപോലെ തന്നെ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ നല്ലോണം ഒന്ന് ആക്കണ്ട, നല്ലോണം കുത്തിക്കഴിഞ്ഞാൽ അതുങ്ങൾ പോയിക്കോളും. പിന്നെ അതേപോലെ തന്നെ പോയി നല്ല അടിപൊളി മാഗി ഇവിടെ റെഡി ആയിട്ട്